ഓക്കെ, പി പി ടി കാണുന്നില്ലേ? ഓക്കെ, ഇതിൻ്റെ അകത്ത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിൽ കെ വി എൽ അപ്ലൈ ചെയ്യാൻ പോവാണ് നമ്മൾ. കെ വി എല്ലിൽ ഇത് റെഫറൻസ് വോൾട്ടേജ് അല്ലെങ്കിൽ ഇതാണ് സോഴ്സ് വോൾട്ടേജ് ആയി ഞാൻ കൺസിഡർ ചെയ്യുന്നത്. സോ കറണ്ട് ഫ്ലോസ് ലൈക്ക് ദിസ്. ഇങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യും. സാറേ സൗണ്ട് കുറച്ച് കുറവാണ്. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആണോ? സൗണ്ട് കൂടിയോ? ഓക്കെ, അപ്പോൾ എന്താണ് ഇത് റെഫറൻസ് വോൾട്ടേജ് ആക്കി എടുത്തു. സോ കറണ്ട് ഫ്ലോസ് ഫ്രം ദിസ് വോൾട്ടേജ് സോഴ്സ് ടു ദ സർക്യൂട്ട് ആൻഡ് goes back to the source. So this is a loop. ഇതാണ് ഒരു ലൂപ്പ്. And now the question is find I, current I കണ്ടുപിടിക്കണം. What is the current flowing through this circuit? Now first step, after finding this source voltage, after assigning the source voltage, ഇത് സോഴ്സ് വോൾട്ടേജ് ആയി അസൈൻ ചെയ്തതിന് ശേഷം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ കറണ്ട് ഫ്ലോ ഇതിങ്ങനെ വരക്കുക. സോഴ്സ് വോൾട്ടേജിൽ നിന്ന് ഫ്ലോ ചെയ്യുന്ന പോലെ കറണ്ട് ഫ്ലോ വരക്കും. നൗ എല്ലാ റെസിസ്റ്റൻസും ചെക്ക് ചെയ്യുക. ഫസ്റ്റ് റെസിസ്റ്റൻസിൽ കറണ്ട് എൻറ്റർ ചെയ്യുന്നത്, ഇപ്പോൾ കറണ്ട് ഫ്ലോ ഇങ്ങനെയാണെങ്കിൽ കറണ്ട് എൻറ്റർ ചെയ്യുന്നത് ഈ ഒരു ഭാഗത്താണ്. സോ കറണ്ട് എൻറ്റർ ചെയ്യുന്ന ഭാഗത്ത് പോസിറ്റീവും കറണ്ട് ലീവ് ചെയ്യുന്ന ഭാഗത്ത് നെഗറ്റീവ് എടുക്കും. സോ ഈ ഒരു റെസിസ്റ്ററിൻ്റെ കേസിലും കറണ്ട് എൻറ്റർ ചെയ്യുന്നത് ഇവിടെയാണ്. So this is positive, this is negative. So current flows like this and current enters at this side. So it is positive, this side it is negative. And what about this one? This is voltage source. നമ്മൾ അതിന് polarity assign ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി അതിന് polarity ഉണ്ട്. So direct positive and negative add ചെയ്യും. So if you write KVL, first for reference voltage I am writing -2, -12 plus remaining all voltage is taken as positive. Okay, so R1 across ഉള്ള വോൾട്ടേജ് എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം? What is the voltage across R1? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? R1 by RT into VS. V is equal to R1 by RT. ഇല്ല, അങ്ങനെ എടുക്കാൻ പറ്റില്ല. ഇവിടെ രണ്ട് വോൾട്ടേജ് സോഴ്സ് ഒക്കെ ഇല്ലേ? വോൾട്ടേജ് ഡിവൈഡർ റൂൾ അല്ലേ ഇയാൾ പറയുന്നത്? അതെ അതെ, രണ്ട് വോൾട്ടേജ് സോഴ്സ് ഉണ്ടാവുമ്പോൾ അത് മാറും, അത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല നമുക്ക്. ഓക്കെ, നമുക്കിപ്പോൾ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? വി എന്ന് പറയുന്നത് I into R ആണ്. സോ I is common throughout the loop. So I into 2 അങ്ങനെ എഴുതിക്കൂടെ? 2 into I എന്ന് എഴുതിക്കൂടെ? Okay, what is the voltage across 3 ohm resistance? I into 3. So what is E2? E2 നമുക്ക് ഡയറക്റ്റ് എഴുതാം. 3 വോൾട്ടേജ് സോഴ്സ് ആണ്, 3 എന്ന് ഡയറക്റ്റ് എഴുതാം. പ്ലസ് what is the voltage across 4 ohm resistance? I into 4 equal to എന്താണ്? ഈക്വൽ ടു എന്താ എഴുതാം? 0. Algebraic sum of voltage around a loop is 0. So if I add all this one, 2I plus 3I plus 4I, that is how much? 9I. 9I -12 plus 3 -9 is equal to 0. So 9I is equal to എന്താ? 9. So I is equal to what? 1 ആംപിയർ അല്ലേ? 1 ആംപിയർ കറണ്ട് ആണ് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നത്. നമുക്ക് നോക്കാം, ആൻസർ നോക്കാം. സോ ഫസ്റ്റ് അപ്ലൈയിങ് KVL നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കറണ്ടിന്റെ ഡയറക്ഷൻ അവർ കാണിച്ചു. ഈ ഒരു ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെന്ന് പറഞ്ഞു. സോ ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് നമ്മൾ കറണ്ട് ഫ്ലോന് എടുത്തത്. സോ കറണ്ട് എൻ്റർ ചെയ്യുന്ന റെസിസ്റ്ററിലൂടെ ഏത് ഭാഗത്താണോ കറണ്ട് എൻ്റർ ചെയ്യുന്നത് അതിന് പോസിറ്റീവായിട്ടും ഏത് ടെർമിനലാണോ കറണ്ട് ലിവ് ചെയ്യുന്നത് സോ ദാറ്റ് ഈസ് കൺസിഡർഡ് ആസ് നെഗറ്റീവ്.
സോ അങ്ങനെ നമ്മൾ ഇതിലെ പോസിറ്റീവ് നെഗറ്റീവും റെസിസ്റ്റൻസിന് മാർക്ക് ചെയ്തു. ആൻഡ് ദെൻ വി ഹാവ് വോൾട്ടേജ് സോഴ്സ്. റെഫറൻസ് വോൾട്ടേജ് ഈസ് ടേക്കൺ ആസ് നെഗറ്റീവ് ആൻഡ് റിമൈനിങ് ഓൾ ആർ ടേക്കൺ ആസ് പോസിറ്റീവ്. നിങ്ങൾ നോക്കുക, റെഫറൻസ് പോസിറ്റീവ് ആയിട്ടും ബാക്കിയെല്ലാം നെഗറ്റീവ് ആയിട്ടും എടുത്ത് രണ്ട് മെത്തേഡ് എടുത്താലും കറക്റ്റാണ്. ഓക്കെ, രണ്ട് മെത്തേഡിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ബട്ട് ആൻസർ നമുക്ക് കിട്ടിയത് എന്ത് തന്നെയാണ്? കറണ്ട് I ഈസ് ഈക്വൽ ടു 1 തന്നെയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അടുത്ത പ്രോബ്ലം നിങ്ങൾ ചെയ്യണം. അടുത്ത പ്രോബ്ലത്തിന്റെ ആൻസർ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അടുത്ത പ്രോബ്ലത്തിന്റെ ആൻസർ ഓക്കെ എങ്ങനെയാ ചെയ്യാം? ആരെങ്കിലും ഒരാൾ പറ. ആദർശ്, എങ്ങനെയാ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് സ്റ്റെപ്പ് ആദ്യം ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു ലൂപ്പ് വരക്കുക. കറണ്ട് ഡയറക്ഷൻ വരച്ചു. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് സോഴ്സിന് നെഗറ്റീവായിട്ടും ബാക്കിയുള്ള അത് 2 × I ആയിട്ട് പിന്നെ അങ്ങനെ പൊളാരിറ്റി മാർക്ക് ചെയ്യുക. റെസിസ്റ്റൻസിന് കറണ്ട് എൻ്റർ ചെയ്യുന്നത് പോസിറ്റീവ്, കറണ്ട് ലീവ് ചെയ്യുന്നത് നെഗറ്റീവ്. ഇവിടെയും കറണ്ട് എൻ്റർ ചെയ്യുന്നത് പോസിറ്റീവ്, കറണ്ട് ലീവ് ചെയ്യുന്നത് നെഗറ്റീവ്. സോ രണ്ട് റെസിസ്റ്റൻസേ ഉള്ളൂ. ആൻഡ് എങ്ങനെ എഴുതുക? -5 പ്ലസ് I × 2 2I പ്ലസ് 2 പ്ലസ് 2I 2I 3I 3I പിന്നെ പ്ലസ് 2I അല്ലേ? ഇത് വോൾട്ടേജ് സോഴ്സ് അല്ലേ? വോൾട്ടേജ് സോഴ്സ് അങ്ങനെയാണെങ്കിൽ വെറും 2 +2 അല്ലേ? സാർ അന്നേരം മൈനസ് തരില്ല. എവിടെ മൈനസ്? നമ്മൾ ഫസ്റ്റത്തെ വോൾട്ടേജ് സോഴ്സ് മൈനസ് ആയിട്ടില്ല എടുത്തേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ പൊളാരിറ്റി ചേഞ്ച് ആയിട്ടുണ്ട് അല്ലേ? നെഗറ്റീവ് പോസിറ്റീവ് എന്നുള്ളതാണ് ഇവിടെ പൊളാരിറ്റി കാണിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഈ സോഴ്സ് നമ്മൾ പ്ലസ് ആക്കി എടുത്ത എന്തുകൊണ്ടാ? ആ റെസിസ്റ്ററിന്റെ അതേ പൊളാരിറ്റിയിൽ വരുന്നു, പോസിറ്റീവ് നെഗറ്റീവ് അതേ ഫ്ലോയിൽ വരുന്നത് കൊണ്ടാണ് അത് പോസിറ്റീവായി എടുത്തത്. പക്ഷെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പൊളാരിറ്റി തിരിച്ചിട്ടാണുള്ളത്, മൈനസ് പോസിറ്റീവ് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? -2 എടുക്കണം, =0. ഇപ്പൊ ഇത് ചെയ്താൽ എങ്ങനെ വരും? 5I 2 + 2 4. ഇതും ക്യാൻസൽ ആയി പോകും അല്ലെ? -2ഉം +2ഉം ക്യാൻസൽ ആവും, -5 വരും, =0. Again I is equal to 1 ampere. ക്ലിയർ അല്ലേ? ഈ സ്റ്റെപ്പ് നോക്കൂ. -5 + 2I + 2 + 3I -2 = 0. 5I = 5. I = 1 ampere. സർ ഇങ്ങനെ ചെയ്യാനില്ലേ? V = V1 + V2. V = V1 + V2. ഏതാ V1 + V2? ടോട്ടൽ വോൾട്ടേജ് = 0 ആവൂല? ആ ഇക്വേഷൻ ഇല്ലേ? ആ ഇക്വേഷൻ പ്രകാരമാണല്ലോ നമ്മൾ ഇത് എഴുതിയിട്ടുള്ളത് അല്ലെ? ഈ ഒരു നോഡ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന ഒരു വോൾട്ടേജ് എന്ന് പറയുന്നത് ഇതാണ്, രണ്ടാമത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് ഇതാണ്, മൂന്നാമത്തെ വോൾട്ടേജ് ഇത് ഫസ്റ്റ് വോൾട്ടേജ്, സെക്കൻഡ് വോൾട്ടേജ്, തേർഡ് വോൾട്ടേജ്, ഫോർത്ത് വോൾട്ടേജ്, ഇതാണ് ഫിഫ്ത്ത് വോൾട്ടേജ്. സോ ഇത്രയും വോൾട്ടേജ് നമ്മൾ ഇവിടെ ആഡ് ചെയ്തു. 5 പകരം -5, 2I ഈ റെസിസ്റ്റൻസിന് പകരം 2 വോൾട്ടിന് പകരം 2 വോൾട്ട് ഇവിടെ എഴുതി, 3 × I നമ്മൾ ഇവിടെ എഴുതി. ഇവിടെ പൊളാരിറ്റി ചേഞ്ച് ആയതുകൊണ്ട്, അപ്പൊ അത് ശ്രദ്ധിക്കണം, ചേഞ്ച് ആയതുകൊണ്ട് ഇവിടെ -2 എഴുതി. അതിനെയൊക്കെ ആൾജിബ്രിക് സം എടുത്തു KVL പ്രകാരം, അപ്പൊ 0 നമുക്ക് കിട്ടി. സാർ ഒരു സംശയം ഉണ്ട് അതിനകത്ത്. അതിനകത്ത് ഫസ്റ്റ് എത്തത് 5 വോൾട്ട് മൈനസ് ആയിട്ടല്ലേ എടുത്തേ? -5 ആയിട്ടാണ്. അപ്പൊ സെക്കൻഡ് സോഴ്സിന്റെ 2 വോൾട്ട് പ്ലസ് ആയിട്ട് എടുത്തേ?
അതാണ് ഇതിനെയാണ് നമ്മൾ റെഫറൻസ് വോൾട്ടേജ് ആക്കി എടുക്കുന്നത്. ഇതാണ് റെഫറൻസ് വോൾട്ടേജ്. ഇവിടുന്ന് നമ്മൾ കറണ്ട് ഫ്ലോ ചെയ്യുന്നതായിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. ഏതാണോ റെഫറൻസ് ബാക്കിയെല്ലാം പോസിറ്റീവ് ആക്കുക. അപ്പൊ അതിൽ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഈ പൊളാരിറ്റി ചെക്ക് ചെയ്യണം. അതായത് കറണ്ട് എൻ്റർ ചെയ്യുന്നത് പോസിറ്റീവ്. അപ്പോൾ ഇവിടെ പൊളാരിറ്റി നോക്കണ്ട. കാരണം വെച്ചാൽ ബാറ്ററിക്കൊന്നും അല്ലെങ്കിൽ വോൾട്ടേജ് സോഴ്സിന് പൊളാരിറ്റി നോക്കണ്ട. പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെ തന്നെ എഴുതുക. ഇവിടെയും കറണ്ട് എൻ്റർ ചെയ്യുന്നത് പോസിറ്റീവ് നെഗറ്റീവ്. പക്ഷെ ഇവിടെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഇതൊക്കെ പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് എന്ന് വരുന്നുണ്ട്. ഇവിടെ മാത്രം നെഗറ്റീവ് പോസിറ്റീവ് എന്ന് വരുന്നുണ്ട്. അപ്പൊ ഇതിനെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് അതിന് എന്ത് ചെയ്യാം, മൈനസ് സൈൻ ആഡ് ചെയ്യാം. ഓക്കെ, ഇത് നമുക്ക് മനസ്സിലാവും. കാരണം വെച്ചാൽ ഇതിനെ വെച്ചിട്ട് നമുക്ക് കുറേ പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. അടുത്ത ടോപ്പിക്കുകൾ തരും. ഇത് എഴുതിക്കോ സർ. അപ്പൊ ഈ പാർട്ടിന്ന് ഫുള്ള് പ്രോബ്ലംസ് ചോദിക്കാം എക്സാമിന്. ഇനി പ്രോബ്ലംസ് ഫുൾ ഈ മോഡ്യൂളിൽ നിന്ന് കൂടുതലും പ്രോബ്ലംസ് ആണ്. സാർ ഇതിന്റെ നോട്ടിൽ ഇൻവൈസിൽ ഇട്ടിരാ? ഇട്ടല്ലോ. ഇത് എഴുതിയെടുക്കും. കഴിഞ്ഞ ഓക്കെ, ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. എന്താണ് ആദ്യം നമ്മൾ ലൂപ്പിലെ കറണ്ട് ഫ്ലോ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. ക്ലോക്ക് വൈസ് ആയിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിനാണ് നമ്മുടെ റെഫറൻസ് വോൾട്ടേജ്. -5 എന്ന് എഴുതും. ഓക്കെ, ഇനി ബാക്കി റെസിസ്റ്റൻസ് എന്ന് പറയുന്ന കോമ്പണൻ്റ് എടുത്തു. കറണ്ട് എൻ്റർ ചെയ്യുന്ന ഭാഗം പോസിറ്റീവും കറണ്ട് ലീവ് ചെയ്യുന്ന ഭാഗം നെഗറ്റീവും എടുത്തു. വോൾട്ടേജ് സോഴ്സിൻ്റെയൊക്കെ പൊളാരിറ്റി അതുപോലെ തന്നെ വെച്ചു. ഇതിലൂടെ കറണ്ട് എൻ്റർ ചെയ്യുന്നു, ഈ ഭാഗത്ത് നിന്ന് ലീവ് ചെയ്യുന്നു. വോൾട്ടേജ് സോഴ്സ് നെഗറ്റീവും പോസിറ്റീവാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതിന് ഞാനൊരു പ്രത്യേക ശ്രദ്ധ ഞാനിവിടെ കൊടുത്തു. ഇനി ഞാൻ വോൾട്ടേജ് എഴുതുമ്പോൾ -5 പ്ലസ് ബാക്കിയൊക്കെ കൺസപ്ഷൻ, അതായത് കറണ്ട് ഫ്ലോ തുടങ്ങുന്നത് 5 വോൾട്ട് എന്നും ബാക്കിയെല്ലാം പവർ കൺസ്യൂം ചെയ്യുന്നതായിട്ട് അസ്യൂം ചെയ്തിട്ട് I ഇൻറ്റു പ്ലസ് സൈൻ കൊടുത്തു. I ഇൻറ്റു 2 പിന്നീട് +2 വോൾട്ട് +3I ഇവിടെ വരുമ്പോൾ -2 എന്ന് കൊടുത്തു. കാരണം അതിൻ്റെ ആ ബാറ്ററി സോഴ്സിൻ്റെ പൊളാരിറ്റി ഇൻവേർട്ടഡ് ആയിരുന്നു. അത് നേരെ തിരിച്ചാണെങ്കിൽ +2 ആണ്. മൈനസ് പോസിറ്റീവ് എന്ന് പറഞ്ഞ് വന്നതുകൊണ്ട് -2 കൊടുത്തു. സോ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ ഈ ആൻസർ കിട്ടി. സോ ദാറ്റ് ഇസ് എ പ്രോബ്ലം. ആൻഡ് ഞാൻ ഇപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മൾ ആ പോർഷൻ അവിടെ വിട്ടേ. അതിൻ്റെ പ്രോബ്ലംസ് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ടോപ്പിക്കും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യും. അപ്പോൾ ഇത്രയും നിങ്ങൾ ഓർത്തിരിക്കുക.
അപ്പോൾ ആ ടോപ്പിക് വരുമ്പോൾ ഞാൻ ഒന്നും കൂടി ഇതൊക്കെ കിർച്ചോഫ് കറണ്ടിലോയും വോൾട്ടേജിലോയും ഒന്നും കൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. ഇതതിൻ്റെ തിയറി മാത്രമാണ് ഇപ്പോൾ എടുത്തത്. ഓക്കെ, ഇത് നമുക്ക് കൂടുതൽ പ്രോബ്ലം ചെയ്യാൻ ആവശ്യമുണ്ട്, പക്ഷെ ഇപ്പം അല്ല, ഒരു ടോപ്പിക്ക് കഴിഞ്ഞതിന് ശേഷം. ഇപ്പോൾ ഞാനൊരു റെസിസ്റ്റൻസ് സിംപ്ലിഫൈ ചെയ്യാൻ ഒരു ഡയഗ്രാം നിങ്ങൾക്ക് തരുവാണ്. Equivalent resistance between, you have to find equivalent resistance between A and B. ഇത് നമ്മൾ സീരീസും പാരലലും യൂസ് ചെയ്തിട്ട് ടെക്നിക്ക് യൂസ് ചെയ്ത് പോസിബിൾ ആണ് ഇത് സോൾവ് ചെയ്യാൻ. നിങ്ങളോടാണ് ചോദിക്കുന്നത്, ആ സർക്യൂട്ട് സോൾവ് ചെയ്യാൻ സീരീസും പോസിബിൾ ആണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പോസിബിൾ ആണോ? പറ്റൂലേ? അല്ലല്ലോ. അല്ല എന്ന് പറയുന്ന ആൾ എന്തുകൊണ്ടാണ് അല്ല എന്ന് പറയുന്നത്? അല്ല, പാരലാണെങ്കിൽ നമുക്കിപ്പം 2 റെസിസ്റ്റർ ഒരേ എൻ പോയിന്റ് വരുന്നില്ലല്ലോ. ഓക്കെ, പാരലൽ ആവുമ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ്? ഒരു റെസിസ്റ്ററിൻ്റെ ഒരു എൻഡ് മറ്റേ റെസിസ്റ്ററിൻ്റെ ആ ഫസ്റ്റ് എൻഡിലേക്കും റെസിസ്റ്ററിൻ്റെ രണ്ടാമത്തെ എൻഡ് മറ്റേ റെസിസ്റ്ററിൻ്റെ രണ്ടാമത്തെ എൻഡിലും കണക്ട് ചെയ്യണം. പക്ഷേ ഈ ഒരു കേസ് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് നമുക്ക് സീരീസ് എന്നും പാരലൽ എന്നൊന്നും വിളിക്കാൻ പറ്റില്ല. ഈ റെസിസ്റ്ററിന് പാരലൽ ആണോ ഈ റെസിസ്റ്റൻസ് എന്ന് ചോദിച്ചാൽ അല്ല. കാരണം ഇത് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആയിരുന്നു, പക്ഷെ അങ്ങനെയല്ല കണക്ട് ചെയ്തിട്ടുള്ളത് അല്ലേ. അതിനിടയിൽ വീണ്ടും ഒരു റെസിസ്റ്റർ വന്നു. അപ്പോൾ ഈ 1 ohm റെസിസ്റ്ററും ഈ 2 റെസിസ്റ്ററും പാരലൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമല്ല. കാരണം എന്താ? അതിൻ്റെ നടുക്ക് വേറൊരു റെസിസ്റ്റർ വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു സർക്യൂട്ട്, ദിസ് സർക്യൂട്ട് cannot be solved using series and parallel resistance circuit equation. So what is the method? We have a method, that is star delta conversion. Okay, star delta conversion. You can write the heading. Next one is star delta conversion. Okay, one delta network means it is drawn like this. It is a delta symbol. ഇതൊരു ഡെൽറ്റ സിമ്പിൾ പോലെ തന്നെയുണ്ട് അല്ലേ. അതിൻ്റെ ഇടയിൽ 3 റെസിസ്റ്റർ വെച്ചിട്ടുണ്ട്. So there are 3 ends, A, B, C. You learn like this. Anti clockwise direction നമ്മൾ എന്ത് എഴുതി? A, B, C എഴുതി. ഇത് എഴുതുമ്പോൾ മാറിപ്പോകരുത്. A, B, C. And there are 3 points like A, B, C. And resistance between A and B terminal is called RAB. Resistance between A and C terminal is called RAC. Resistance between B and C component is called RBC. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ഡെൽറ്റ എന്ന് പറയുന്ന സിമ്പിൾ ഉണ്ടാവുക. ഡെൽറ്റയുടെ സിമ്പിൾ നമുക്കറിയാം അല്ലേ. ഇതിൻ്റെ ഇൻവേർട്ട് ചെയ്ത് ഇങ്ങനെയാണ് ഡെൽറ്റയുടെ സിമ്പിൾ ഉണ്ടാവുക. ഇതാണ് ഡെൽറ്റയുടെ സിമ്പിൾ. അതുകൊണ്ടാണ് അതിനെ ഡെൽറ്റ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. സോ ഇൻ എ ഡെൽറ്റ നെറ്റ്വർക്ക് റെസിസ്റ്റേഴ്സ് ആർ അറേഞ്ച്ഡ് ലൈക്ക് ദിസ്. ദർ ആർ 3 points A, B, C which is in anti-clockwise direction. Resistance between A and B is RAB. Resistance between A and C is RAC. Resistance between B and C is RBC. And similarly, we have star connection. So this is star connection. ഇതൊരു സ്റ്റാർ പോലെ ഉള്ളത് കൊണ്ടാണ് ഇതിനെ സ്റ്റാർ കണക്ഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇങ്ങനെയാണ് ഒരു സ്റ്റാറിൻ്റെ മോഡിൽ ഉണ്ടാവുക. ഇങ്ങനെയാണ് ഒരു സ്റ്റാർ ഉണ്ടാകുന്നതായിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പം സോ ദിസ് ഈസ് സ്റ്റാർ കണക്ഷൻ. അതിലെന്താ ഉള്ളത്? ഇതിൽ 3 റെസിസ്റ്ററും ഒരു സിംഗിൾ പോയിന്റിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നു അല്ലേ. ഡെൽറ്റ കണക്ഷനിൽ 2 റെസിസ്റ്റർ ഒരു സിംഗിൾ പോയിന്റിലേക്ക് കണക്ട് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ 3 സിംഗിൾ പോയിന്റ് ഉണ്ടായിരുന്നു. സ്റ്റാർ കണക്ഷനിൽ we are connecting 3 resistors to a single point and remaining other 3 terminal we are naming it as ABC. സെയിം മെത്തേഡിലാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെയാണ് ഡെൽറ്റയിലും നെയിം ചെയ്തത്. അതുപോലെ തന്നെ ആന്റി ക്ലോക്ക്വൈസ് ഡയറക്ഷനിൽ we are naming it as ABC. And resistor between the center point and A is RA. Resistance between center point and C is RC. Resistance between center point and B is RB. So there are 2 circuits like this, delta and star. So if you want to convert delta to star, so these are the equation. ഇങ്ങനെ ഒരു സർക്യൂട്ട് ഉണ്ടെങ്കിൽ അതിനെ ഇങ്ങനെയാക്കി മാറ്റാൻ നിങ്ങൾക്കുള്ള ഇക്വേഷൻസ് ആണ് ഇത്. ഇത് ഡെറിവേഷൻ ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് അതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിച്ചാൽ മതി. ഓക്കെ, സോ ദിസ് ഈസ് ദ ഇക്വേഷൻ. അതായത് നിങ്ങളുടെ കയ്യിൽ
you will be having value of RAC, RAB and RBC. You can find RA, RC, RB. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതിനെ ഇങ്ങനെയാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും. സിമിലർലി ഇങ്ങനെ ഡെൽറ്റ സ്റ്റാർ നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ അതിനെ ഡെൽറ്റയിലേക്കും കൺവേർട്ട് ചെയ്യാൻ പറ്റും. സോ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ നടുവിലൊരു സ്റ്റാർ ഉണ്ട്, ഔട്ടറിലൊരു ഡെൽറ്റയുണ്ട് അല്ലേ. ഈ നടുവിലത്തെ സെന്ററിലുള്ള സ്റ്റാറിനെ ഡെൽറ്റയാക്കി കൺവേർട്ട് ചെയ്ത് എങ്ങനെ വരും? ദ സർക്യൂട്ട് വിൽ ബി ലുക്കിംഗ് ലൈക്ക് ദിസ്. നടുവിലുള്ള ആ 3 റെസിസ്റ്ററിന് പകരം എങ്ങനെ വരും? ഇങ്ങനെ 3 റെസിസ്റ്റർ വരും. നൗ ഐ ക്യാൻ സേ ദാറ്റ് ദിസ് റെസിസ്റ്റർ ആൻഡ് this resistor and this resistor are in parallel, and this resistor and this resistor are in parallel, this and this are in parallel. So now I can simplify. എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ അല്ലേ? അപ്പം ഇങ്ങനെ ഒരു സർക്യൂട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ നടുവിൽ സ്റ്റാർ ആണുള്ളത്, സ്റ്റാർ കണക്ഷൻ. എല്ലാ റെസിസ്റ്ററിൻ്റെയും സിംഗിൾ പോയിന്റ്, ഒരു ടെർമിനൽ സിംഗിൾ പോയിന്റിൽ ജോയിൻ ആക്കി. ദിസ് ഈസ് കോൾഡ് സ്റ്റാർ. ഔട്ടർ സർക്കിളിലുള്ള റെസിസ്റ്ററാണ് ഡെൽറ്റ. ഇതിൽ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്റ്റാറിനെ ഡെൽറ്റയാക്കി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇഫ് ഐ കൺവേർട്ട് ദിസ് സ്റ്റാർ ടു ഡെൽറ്റ, ദ ന്യൂ ഡെൽറ്റ സർക്യൂട്ട് ലുക്സ് ലൈക്ക് ദിസ്. ഇങ്ങനെയൊരു സർക്യൂട്ടാണ് നമുക്ക് പുതിയതായിട്ട് നമുക്ക് കിട്ടുക കൺവേർഷൻ നടക്കുമ്പോൾ. ആൻഡ് നൗ വാട്ട് ഹാപ്പൻസ്, ഇങ്ങനെ 2 ഡെൽറ്റ സർക്യൂട്ടായി. ആൻഡ് നൗ ഫസ്റ്റ് ദിസ് 1 ohm resistor and a new resistor are in parallel, and the second 1 ohm resistor and the new resistor in parallel. Okay, you will get 3 parallel resistance, and by using parallel equivalent circuit formula you can simplify that. അപ്പോൾ അങ്ങനെ സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? കൺവേർഷൻ ചെയ്യണം. കൺവേർഷൻ ചെയ്യാനുള്ള ഫോർമുലയാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. സോ ഇഫ് യു വാണ്ട് ടു കൺവേർട്ട് ഡെൽറ്റ ടു സ്റ്റാർ, ദിസ് ഈസ് ദ ഫോർമുല. കാരണം ഡെൽറ്റ ടു സ്റ്റാറിലേക്ക് മാറ്റണം. സ്റ്റാറിൽ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? RA വേണം, RB വേണം, RC വേണം. So this is the formula. RA is equal to some values are there, RB is equal to, RC is equal to. So this formula you have to by heart. So you have to learn by heart, and it is to convert delta to star. And here you have some formula that is used to convert star to delta, just opposite. Okay, so you are finding RAB, RBC, RAC. RAB, RBC, RAC. ഓക്കെ, ഇനി ഇത് എങ്ങനെ പഠിക്കാം ഈസി ആയിട്ട് പഠിക്കാനുള്ള മെത്തേഡ്? കാരണം പല ഫോർമുലാസ് നിങ്ങൾക്ക് നെറ്റിൽ കാണാം, പക്ഷെ ഞാൻ ഈ ഒരു സെറ്റ് സെലക്ട് ചെയ്തതിൻ്റെ കാരണം നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുണ്ടെന്നാണ്. കാരണം വെൻ യു ആർ കൺവേർട്ടിംഗ് ഡെൽറ്റ ടു സ്റ്റാർ, സോ ദിസ് പോർഷൻ RA ഈസ് ഈക്വൽ ടു, ബിക്കോസ് നമുക്കറിയാം സ്റ്റാറിൽ RA, RB, RC ആണ് കണ്ടുപിടിക്കേണ്ടത്. വി ഹാവ് ടു കാൽക്കുലേറ്റ് RA, RB, RC for converting delta to star. So first you write RA equal to, then denominator നിങ്ങൾക്ക് ഈ 3 റെസിസ്റ്റർ, ഡെൽറ്റയിലുള്ള 3 റെസിസ്റ്ററിന്റെ സം എഴുതുക. യു ഹാവ് ടു റൈറ്റ് ദ സം ഓഫ് ഓൾ 3 റെസിസ്റ്റർ ഇൻ ദ ഡിനോമിനേറ്റർ. RAB പ്ലസ് RBC പ്ലസ് RAC. ഈ എല്ലാ ഇക്വേഷനും RA, RB, RC ഇക്വേഷൻ ഇത് കോമൺ ആണ്. ഡിനോമിനേറ്ററിൽ ഡെൽറ്റയിൽ തന്നിട്ടുള്ള 3 റെസിസ്റ്ററിന്റെ സമ്മാണ് വേണ്ടത്. And in the numerator, if you write RA, RAയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ A ഉള്ള ഏതൊക്കെ റെസിസ്റ്റർ എവിടെയുള്ളത്? ഡെൽറ്റയിൽ ഉള്ളത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ RAC, അതിൽ A ഉണ്ട്. Then we have RAB, there we have A. In RBC A ഇല്ല. So neglect that. So multiply these two, RAC into RAB. അങ്ങനെയാണ് ഈ ഇക്വേഷൻ നമുക്ക് പറയാം. എളുപ്പത്തിൽ പഠിക്കാം. RA എന്ന് എഴുതി കഴിഞ്ഞാൽ A എന്നുള്ള റെസിസ്റ്റൻസ് എല്ലാം ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാം. RAB ഇൻറ്റു RAC മാത്രമേ A ഉള്ളൂ. ഡിവൈഡഡ് ബൈ എല്ലാ റെസിസ്റ്റൻസിൻ്റെയും സമ്മ്. അതേപോലെ നെക്സ്റ്റ് RB നോക്കുക. B ഉള്ള റെസിസ്റ്റൻസ് ഏതൊക്കെയാണ്? RACയിൽ B ഇല്ല, RAB ആൻഡ് RBCയിൽ B ഉണ്ട്. സോ മൾട്ടിപ്ലൈ ദീസ് ടു, RAB ഇൻറ്റു RBC. സോ ഡിവൈഡഡ് ബൈ സം ഓഫ് ഓൾ റെസിസ്റ്റൻസ്, സം ഓഫ് ദീസ് 3 റെസിസ്റ്റൻസ്. അങ്ങനെ ചെയ്താൽ നമുക്ക് ഏത് വാല്യൂ കിട്ടി? ഈ വാല്യൂ കിട്ടി. നൗ RC, ഏതൊക്കെ റെസിസ്റ്റൻസിലാണ് C ഉള്ളതെന്ന് നോക്കുക.
ആർ എ സിയിൽ സി ഉണ്ട്, ആർ ബി സിയിൽ സി ഉണ്ട്, ആർ എ ബിയിൽ വി ഡോണ്ട് ഹാവ് സി. So then it is RAC into RBC divided by sum of all resistance. That means we got this resistance also. അപ്പോൾ ഈസി ആയിട്ട് ഫോർമുല പഠിക്കുക. ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡെൽറ്റയിൽ നിന്ന് സ്റ്റാറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ആർ എ ആർ ബി ആർ സി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഡിനോമിനേറ്ററിൽ എല്ലടിക്കും ആർ എ ബി പ്ലസ് ആർ ബി സി പ്ലസ് ആർ സി എ ആണ് എഴുതേണ്ടത്. ദെൻ ന്യൂമറേറ്ററിൽ എന്ത് വരണം? സോ multiply R. If you are writing RB, you multiply RBC into RAB. And if you want to find out RC, you multiply RAC into RBC. You will get formula like this. Clear idea? ആദ്യം സ്റ്റാറിൻ്റെയും ഡെൽറ്റൻ്റെയും സ്റ്റാറിൻ്റെയും ഡയഗ്രാം വരച്ചെടുക്കുക. അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് എടുക്കുന്നത് മാറിപ്പോയ ഇക്വേഷൻ മാറിപ്പോയേ. ആർ ബി എയും ബിയും സിയും പോയിന്റ് നോട്ട് ചെയ്യുന്നത് മാറിപ്പോയി കഴിഞ്ഞാൽ, ഇത് രണ്ടിലും മാറിപ്പോയി കഴിഞ്ഞാൽ ഇക്വേഷൻ ചേഞ്ച് ആയി. സോ എ ബി സിയും റെസിസ്റ്ററിൻ്റെ പേരൊക്കെ അതുപോലെ തന്നെ നോട്ട് ചെയ്തെടുക്കുക നോട്ട്ബുക്കിലേക്ക്. എന്നിട്ട് ഈ ഇക്വേഷൻ എഴുതും. Okay. എഴുതി കഴിഞ്ഞാൽ സാർ ഇനി വൈ എന്ന് പറയണ്ടല്ലേ സ്റ്റാർ എഴുതണ്ടേ? സ്റ്റാറിന് രണ്ടും എഴുതിക്കോ, സ്റ്റാറും വൈ രണ്ടും കറക്റ്റാണ്. വൈ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിപ്പം ഏതാണ്ട് വൈ പോലെയുണ്ട്, സ്റ്റാർ പോലെയുണ്ട്. എഴുതിയാ എഴുതി കഴിഞ്ഞാൽ അടുത്തതും കൂടി എഴുതുക. ടു കൺവേർട്ട് സ്റ്റാർ ടു ഡെൽറ്റ. ഈ ഒരു ഫോർമുലേഷൻ കൂടെ
ഓക്കെ, ഇത് കംപ്ലീറ്റ് ആണ്. സാർ ഓക്കെ, സെക്കൻഡ് ഇക്വേഷൻ നോക്കും. സോ ഹൗ ടു കൺവേർട്ട് ഫ്രം സ്റ്റാർ ടു ഡെൽറ്റ. ഇങ്ങനെയുള്ളൊരു ഡയഗ്രത്തിന് ഈ ഒരു രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യും. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ആർ എ ബി, വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ആർ ബി സി, വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ആർ എ സി. സോ റൈറ്റ് ആർ എ ബി ആൻഡ് ഫോളോ ദിസ് കോമ്പിനേഷൻ. ഓക്കെ, ഇത് എല്ലാത്തിനും ആർ എ ബി ഇൻറ്റു ആർ എ ആർ ബി ഇൻറ്റു ആർ എ ആർ ബി പ്ലസ് ആർ എ ആർ സി പ്ലസ് ആർ ബി ആർ സി ഡിവൈഡഡ് ബൈ, ഇവിടെ ഏത് ലെറ്ററാണോ എഴുതാത്തത് അതിവിടെ എഴുതും. ആർ ബി സി എഴുതുമ്പോൾ ഇവിടെ ആർ എ എഴുതുക, ആർ എ സി ആണെങ്കിൽ ഇവിടെ ആർ ബി എഴുതുക. ബാക്കി ന്യൂമറേറ്ററൊക്കെ സെയിം, ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് എഴുതേണ്ടത്. ഇത് ബൈഹാർട്ട് പഠിക്കേണ്ട ഫോർമുലയാണ്. ബൈഹാർട്ട് പഠിക്കാനാണ് ഞാൻ ഈസി ആയിട്ടുള്ള മെത്തേഡ് ഞാൻ പറഞ്ഞു തന്നത്. ക്ലിയർ ആയില്ലേ? യെസ്. ജസ്റ്റ് ഫോർമുല. ഓക്കെ, ഇത് ബൈഹാർട്ട് പഠിച്ച് ഇക്വേഷനിലേക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാന്നുള്ളതാണ്. ഇതിൻ്റെ തിയറി പറയുന്നില്ല. ഓക്കെ, അപ്പം ഈ രണ്ട് ഇക്വേഷൻ മാറിപ്പോകാൻ പാടില്ല. ആർ എ ആർ ബി ആർ സി ഇത് സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് ബൈഹാർട്ട് എഴുതി തന്നെ പഠിക്കണം, എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് ഓർമ്മയുണ്ടാവും. സോ വി വിൽ ലുക്ക് ഇൻ ടു ദ ഫസ്റ്റ് എക്സാമ്പിൾ. സെയിം നേരത്തെ കാണിച്ച അതേ ഡയഗ്രാമാണ് കാണിച്ചത്. സോ ഐ ക്യാൻ മാർക്ക് ലൈക്ക് ദിസ്. ഇവിടെ എങ്ങനെ വേണമെങ്കിലും മാർക്ക് ചെയ്യാം. ഇവിടെ ഞാനിപ്പം എ മാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സ്റ്റാർ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ എങ്ങനെ വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. എ, ഇവിടെ ബി, ഇവിടെ സി. ഇതിനെയാണ് ഞാൻ കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സ്റ്റാറിനെ ഡെൽറ്റയാക്കി മാറ്റും. ഇവിടെ ഈ ഒരു സ്റ്റാർ മാത്രം, ആ സെൻറ്ററിലുള്ള സ്റ്റാർ മാത്രം ഞാൻ എടുത്തു. 3 ഓം 3 ഓം 3 ഓം, മൂന്നിനും 3. ഇത് നിങ്ങൾക്ക് 1 2 3 എന്ന് ഇങ്ങനെ എഴുതാം. ഇങ്ങനെ എഴുതുമ്പോൾ ഇവിടെയും അതേപോലെ 1 2 3 എഴുതണം എന്നേ ഉള്ളൂ. കാരണം ഇവിടെ സൈഡിൽ എവിടെയാണോ 1 മാർക്ക് ചെയ്യുന്നത് അതേ പൊസിഷനിൽ 1 വരണം, എവിടെയാണോ ബി പൊസിഷനിൽ ബി വരണം, എവിടെയാണോ സി മാർക്ക് ചെയ്യുന്നത് അതേ പൊസിഷനിൽ സി വരണം. ഓക്കെ, നൗ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പഴയ ഇക്വേഷനിൽ പോകും. ഇഫ് യു ലുക്ക് അറ്റ് ദിസ് ഇക്വേഷൻ, വി ആർ കൺവേർട്ടിംഗ് സ്റ്റാർ ടു ഡെൽറ്റ. സോ വി ഹാവ് ടു സെലക്ട് ദിസ് ഇക്വേഷൻ. ഈ ഒരു ഇക്വേഷനാണ് നമുക്ക് സെലക്ട് ചെയ്യുന്നത്. ആൻഡ് വി നോ ദാറ്റ് ഇൻ സ്റ്റാർ ഓൾ ദിസ് റെസിസ്റ്റൻസ് വാല്യൂ ഈസ് 3 ഓം. Value of RA, RB, RC in this equation, you will get 3 into 3 plus 3 into 3 plus 3 into 3 divided by എന്താണ് RC യുടെ വാല്യൂ എന്താണ്? 3. Now it is എത്രയാ വരിക ടോട്ടൽ? 9 plus 9 plus 9, that is how much? 27 by 3. Okay, that is equal to 9. So what is the value of RAB? Here the value is how much? 9. And similarly ഈ 3 ഇക്വേഷൻ ചെയ്താലും നിങ്ങൾക്ക് എന്ത് തന്നെയാണ് കിട്ടുക? RBC 9 തന്നെ കിട്ടും, RACയും 9 തന്നെയാണ് കിട്ടുക. കാരണം എല്ലാ റെസിസ്റ്ററിന്റെ വാല്യൂ എന്താണ്? 3 തന്നെയാണ്. So you will be getting a equivalent delta network of 9 ohm resistance like this. If you convert this particular star into delta, you will be getting delta network like this. ഇങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുക. ഇനി ഈ ഒരു ഡയഗ്രാം എന്തായി? നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അടുത്ത സ്റ്റെപ്പിൽ ഈ ഒരു സ്റ്റാറിനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡെൽറ്റ പ്ലേസ് ചെയ്യണം. സോ അത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാവുക? So if you consider this one, ഇവിടെ 1 ഓമിൻ്റെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ 1 ഓമിൻ്റെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെയും 1 ഓമിൻ്റെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. You need to find out what is the resistance between these two terminals.
ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഈസി. അതായത് ഈ ഒരു ഡയഗ്രത്തിനെ നമ്മൾ എന്താക്കി കൺവേർട്ട് ചെയ്തു? ഇങ്ങനെയാക്കി കൺവേർട്ട് ചെയ്തു. Now it is easy. If you take this 9 ohm resistance, 1 ohm is parallel to that. If you take this another 9 ohm resistance, another 1 ohm resistance is parallel to that. If you take this one, another 1 ohm is parallel to that. So if you simplify all these three, you will get a single delta network. അല്ലേ? അപ്പോൾ എങ്ങനെയാണ് കിട്ടുക? 9 ohmഉം 1 ohmഉം പാരലൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ വരിക? 1/R is equal to സാർ അങ്ങനെ എല്ലാവർക്കും 1 ohm കൊടുത്തേ. 1 ohm ഇവിടെയുള്ള 1 ohm നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഈ ഒരു സ്റ്റാറിനെയാണ് ഡെൽറ്റയാക്കി കൺവേർട്ട് ചെയ്തത്. അപ്പൊ ഈ ഡെൽറ്റ പുറമേയുള്ള ഔട്ടറിലുള്ള ഡെൽറ്റ അതുപോലെ തന്നെ അവിടെയുണ്ട്. മനസ്സിലായോ? മനസ്സിലായിട്ടില്ല? മനസ്സിലായി. അപ്പോൾ ഇപ്പം 9 ohmഉം 1 ohmഉം കാൽക്കുലേറ്റ് ചെയ്ത ഡെൽറ്റയിലെ 9 ohmഉം പണ്ട് ഉണ്ടായിരുന്ന 1 ohm നേരത്തെ ഉണ്ടായിരുന്ന ഡെൽറ്റയിലെ 1 ohmഉം ഇപ്പൊ പാരലലാണ്. സോ 1/R is equal to 1/1 plus 1/9. So if you solve this one, 10 divided by 9 is 1 divided by R, and R is equal to 9/10. So ഈ 3 പാരലൽ റെസിസ്റ്റൻസ് സിംപ്ലിഫൈ ചെയ്താൽ നിങ്ങൾക്ക് 9/10 റെസിസ്റ്റൻസ് ഉള്ള ഇങ്ങനെ ഒരു ഡെൽറ്റ നമുക്ക് കിട്ടും. അതായത് നമ്മൾ ഈ ഒരു ഡയഗ്രത്തിനെ സിംപ്ലിഫൈ ചെയ്ത് എങ്ങനെയാക്കി? ഇങ്ങനെയാക്കി. അല്ലേ? കയ്യിൽ നിന്ന് പോയാ? ഇല്ല. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് RAB ആണ്. ഈ രണ്ട് ടെർമിനലിന് അക്രോസ് ഉള്ള റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അടുത്ത സ്റ്റെപ്പ് എന്താ? ഈ രണ്ട് റെസിസ്റ്റൻസും എന്താണ്? സീരീസിലാണ്. അപ്പൊ അത് രണ്ടും ആഡ് ചെയ്യണം. അങ്ങനെ കിട്ടുന്ന റെസിസ്റ്റൻസും ഈ റെസിസ്റ്റൻസും എങ്ങനെയാ ഉണ്ടാവുക? പാരലൽ ആയിരിക്കും. അപ്പൊ അതെന്ത് ചെയ്യണം? സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ഈക്വലന്റ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ RAB കിട്ടും. ഓക്കെ, ഇപ്പം ടൈം കഴിഞ്ഞു പോയി. ഈ ഇക്വേഷൻസ് എല്ലാവരും എഴുതിയെടുത്തതല്ലേ? ഈ ഡയഗ്രാം വരച്ചെടുത്താ? ഇല്ല. ഈ ഡയഗ്രാം വരച്ചെടുക്കും. ക്വസ്റ്റ്യൻ ഏതാണോ? Determine the equivalent resistance RAB using star delta transformation. വരച്ചെടുത്തോ? സാർ. ഓക്കെ, ഞാൻ ഈ പറഞ്ഞത് വെച്ചിട്ട് ഇക്വേഷൻസ് നിങ്ങളെ കയ്യിലുണ്ട്, ഡയഗ്രാം നിങ്ങളെ കയ്യിലുണ്ട്. ഞാൻ ഈ പറഞ്ഞത് വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കും. ഓക്കെ, എന്നിട്ട് അത് ആ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക അതിൻ്റെ ആൻസർ. ഓക്കെ, അങ്ങനെ ചെയ്തൂടെ? അറ്റൻഡൻസ് എല്ലാവരും പ്രസന്റ് ആണ്, അത് കണ്ടാൽ മനസ്സിലാവും എനിക്ക്. നമ്മുടെ പേര്, നിങ്ങളുടെ പേരൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ബൈ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു സാർ.